അമ്മയെ തൊട്ടാൽ നിങ്ങൾക്കെതിരെ ഞാൻ നടപടിയെടുക്കും. അനാമികയുടെ ശബ്ദം ആ വീടിനെ ആകെ പ്രകമ്പനം കൊള്ളിച്ചു. ഞെട്ടലോടെ രാധികയെ ചവിട്ടാനായി ഉയർത്തിയ കാലുകൾ അറിയാതെ നിലത്തേക്ക് താഴ്ത്തി ദേവൻ അനാമികയെ നോക്കി. അതേ ഞെട്ടൽ ദേവന്റെ അമ്മയിലും അനിയന്റെ ഭാര്യയിലും ഉണ്ടായി. അവളെ തന്നെ നോക്കി. തറയിൽ പേടിച്ചരണ്ടിരുന്ന രാധിക തീപാറുന്ന കണ്ണുകളുമായി നിൽക്കുന്ന അനാമികയെ കണ്ടു. തൻ്റെ മകൾ, തനിക്കായി ശബ്ദമുയർത്തിയ തൻ്റെ പൊന്നുമകൾ. രാധികയിൽ വീണ്ടും പേടി നിറഞ്ഞു. എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ് ഭർത്താവ്. മകൾ കയർത്ത് സംസാരിച്ചതിലുള്ള അരിശം അനാമികയോട് തീർക്കുമെന്ന ഭയത്താൽ അവൾ തന്നെ തല്ലി ചതച്ചതിൻ്റെ വേദന മറന്ന് ചാടി എഴുന്നേറ്റു. അപ്പോഴത്തെ ഞെട്ടൽ മാറിയ ദേവൻ കോപത്താൽ അനാമികയുടെ നേരെ തിരിഞ്ഞു. നീ എനിക്കെതിരെ വിരൽ ചൂണ്ടാറായോ? നിന്നെ ഞാനൊന്ന് കൊല്ലുമടി. പാഞ്ഞടുത്തേക്ക് വന്ന അയാളെ കയ്യും കെട്ടി കൂസലില്ലാതെ നോക്കിക്കൊണ്ട് അനാമിക നിന്നു. രാധിക അയാളുടെ കാലിൽ മുറുക്കി കെട്ടിപ്പിടിച്ചു. അവളെ, എൻ്റെ മോളെ ഒന്നും ചെയ്യില്ലേ? അമ്മ വിടുവമ്മേ, അയാളെന്നെ എന്ത് ചെയ്യുമെന്ന് നോക്കട്ടെ. അവളുടെ നിൽപ്പിനു മുന്നിൽ അയാളൊന്ന് പതറി. അനാമിക തൻ്റെ ഇടിയാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും ഇത്ര വലിയ ഭാവമാറ്റം അച്ചമ്മയിലും ചിറ്റയിലും ഒരുപോലെ അമ്പരപ്പുണ്ടാക്കി. എനിക്ക് സെക്രട്ടേറിയറ്റിൽ ജോലി ശരിയായിട്ടുണ്ട്. ഞാൻ അമ്മയെ കൊണ്ട് പോകുവാണ്. അവൾ അതേ കൂസലില്ലായ്മയിൽ തന്നെ പറഞ്ഞു. രാധിക വേവലാതിയോടെ അനാമികയുടെ അടുത്തേക്ക് ചെന്നു. എന്താ മോളെ നീ പറയുന്നത്? ഞാൻ ഇവിടെ വിട്ട് എങ്ങനെ വരാനാണ്? അമ്മ വരണം. ഇവിടെ ചവിട്ടും തൊഴിയും കൊണ്ട് കഴിയേണ്ട ഗതികേട് എൻ്റെ അമ്മയ്ക്ക് വന്നിട്ടില്ല. ഞാൻ നോക്കും അമ്മയെ. പിന്നെ കുറെ നോക്കും. IAS ഉദ്യോഗമാണല്ലോ കിട്ടിയേക്കുന്നത്. ദേവനൊപ്പം അച്ചമ്മയും ചിറ്റയും കൂടി ചിരിച്ചു. ജോലി എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾ നോക്കിയതിനേക്കാൾ എനിക്ക് അമ്മയെ നോക്കാനറിയാം. അമ്മ വരുന്നുണ്ടോ ഇല്ലയോ? അമ്മയുടെ അനുമോളാണ് വിളിക്കുന്നത്. വിശ്വാസമുണ്ടെങ്കിൽ എന്നോടൊപ്പം പോരൂ. ഇല്ലെങ്കിലും ഞാനിനി ഇവിടെ നിൽക്കില്ല. ഒറ്റയ്ക്ക് ജീവിക്കും. അമ്മ പിന്നെ തനിയെല്ലാം അനുഭവിക്കണം. എന്നെ പിന്നെ തിരക്കി വരരുത്. മകളാണ്. ആകെയുള്ള സന്തോഷവും പ്രതീക്ഷയും ഇത്രയും നാൾ ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിന്നതും സഹിച്ചതും അവൾക്ക് വേണ്ടിയാണ്. അവൾ പോയാൽ തനിക്ക് ആരുമില്ല. അത്രയ്ക്ക് അനുഭവിച്ചു കഴിഞ്ഞു. പോയേ പറ്റൂ. രണ്ടാമതൊന്നും ആലോചിക്കാതെ രാധിക പോകാനിറങ്ങി. പോയാൽ പിന്നെ ഈ പടി ചവിട്ടാമെന്ന് വിചാരിക്കരുത്, അയാൾ അലറി. നിന്റെ അമ്മയെ ഞാൻ തല്ലിയത് കാര്യമുണ്ടായിട്ടാണ്. അവൾ എൻ്റെ പോക്കറ്റിൽ നിന്ന് കാശ് മോഷ്ടിച്ചു. അപ്പോൾ പിന്നെ ഞാൻ അവളെ തല്ലാതെ എന്തു ചെയ്യണം? ചിറ്റയുടെ മൂത്ത മകൻ പരുങ്ങി മാറി നിൽക്കുന്നത് അനാമിക ശ്രദ്ധിച്ചു. അവൾക്കറിയാം അവനൊരു തല്ലിപ്പൊളി പയ്യനാണ്. മോശം കൂട്ടുകെട്ടുണ്ട് അവന്. അവനായിരിക്കും കാശ് എടുത്തതെന്ന് അനാമികയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. മുൻപും പലതവണ അവൾ കയ്യോടെ പൊക്കിയിട്ടുണ്ട്. അവൾ ആരോടും പറയാത്തത് വല്ലവൻ്റെയും കാര്യത്തിൽ ഇടപെടുന്ന എന്തിനാണെന്ന് വിചാരിച്ചിട്ടും പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല എന്നറിയാവുന്നതുകൊണ്ടുമാണ്. കാശെടുത്തവൻ ഇവിടെ തന്നെ കാണും. എൻ്റെ അമ്മ കള്ളിയല്ല എന്ന് എനിക്കറിയാം, അമർഷത്തോടെ പറഞ്ഞു അനാമിക ചിറ്റിയുടെ മകനെ നോക്കി. അവൻ തല കുമ്പിട്ട് നിന്നു. അനാമിക അമ്മയുടെ കയ്യിൽ പിടിച്ചു. അവളുടെ ഒരു അഹമ്മതി കണ്ടോ? ഇത്രയും നാള് നിന്റെ ചെലവിൽ കഴിഞ്ഞവൾ അഹങ്കാരിയായ മോള് വിളിച്ചപ്പോൾ കൂടെ പോണു. അച്ചമ്മ ദേഷ്യത്തോടെ പറഞ്ഞു. അനാമിക അമ്മയോട് വാ അമ്മേ പോകാമെന്ന് പറഞ്ഞ് പടികൾ ഇറങ്ങി. പുറകെ കേൾക്കുന്ന ദേവന്റെ ശകാര വർഷങ്ങളും അച്ചമ്മയുടെ പ്രാക്കും കേട്ടില്ലെന്ന് നടിച്ച് അമ്മയെ പുറകിലിരുത്തി അനാമിക സ്കൂട്ടി ഓടിച്ചുപോയി. കല്യാണം കഴിഞ്ഞ് ദേവന്റെ വീട്ടിൽ കാലെടുത്ത് വെച്ചപ്പോഴേ രാധികയെ എതിരേറ്റത് വീർപ്പിച്ച മുഖവുമായി നിൽക്കുന്ന അമ്മായി അമ്മയാണ്. ദേവനും അനിയനും സഹോദരിയുടെ ഭർത്താവുമെല്ലാം ഗൾഫുകാരാണ്. പുത്തൻ പണക്കാരെന്ന് പറയാം. സ്ത്രീധനം കുറഞ്ഞു പോയതിൻ്റെ പേരിൽ ഈ വിവാഹം വേണ്ടെന്ന് അമ്മായിയമ്മ പറഞ്ഞിരുന്നു. 50 പവനും 50 സെന്റ് വസ്തുവുമാണ് കരാർ ഉറപ്പിച്ചിരുന്നത്. എന്നാൽ എത്രയൊക്കെ കിട്ടിയിട്ടും അച്ഛന് 40 പവൻ മാത്രമേ ഒപ്പിക്കാനായുള്ളൂ. പൈസ കടം കൊടുക്കാമെന്ന് ഏറ്റിരുന്നാൾ കാലുമാറി. അതോടെ വിവാഹം മുടങ്ങുമെന്ന മട്ടായി. അത് വീട്ടുകാർക്ക് നാണക്കേടായിരുന്നു. അച്ഛൻ ചെറുക്കൻ വീട്ടുകാരുടെ കാലു പിടിച്ചു. ദേവന്റെ അമ്മ എതിർത്തു. അവരെ സംബന്ധിച്ചിടത്തോളം 50 പവൻ തന്നെ കുറവായിരുന്നു. പിന്നെ ബന്ധുക്കളും നാട്ടുകാരും ചർച്ച ചെയ്ത് ദേവനെ കൊണ്ട് സമ്മതിപ്പിച്ചു. കല്യാണം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ അന്നു രാത്രി കൂട്ടുകൂടിയിരുന്ന് മദ്യപിക്കുന്ന ദേവനെയും സഹോദരനെയും സഹോദരി ഭർത്താവിനെയുമാണ് കണ്ടത്. അവർക്ക് അച്ചാറും വെള്ളവും വേണ്ടതൊക്കെയുമായി അവരോടൊപ്പം ചിരിച്ചു മറിയുന്ന അമ്മയും നാത്തൂനും. അവളിൽ അമ്പരപ്പാണ് ഉണ്ടാക്കിയത്. ആദ്യ രാത്രിയിൽ മദ്യപിച്ചെത്തിയ അയാളിലെ മണം അവളുടെ സ്വപ്നങ്ങളെല്ലാം തകർത്തു. ചെന്നുകയറിയ അന്ന് മുതൽ കുറ്റപ്പെടുത്താനും കുത്തുവാക്കുകൾ പറയാനും അമ്മായിയമ്മയും നാത്തൂനും മത്സരിച്ചു. ദേവൻ അമ്മയും വീട്ടുകാരും പറയുന്നതിനപ്പുറം ഇല്ലാത്ത ഒരാളായിരുന്നു.
രാവിലെ മുതൽ രാത്രി വരെ ജോലി ചെയ്താലും വീണ്ടും വീണ്ടും എന്തെങ്കിലും ജോലികൾ അമ്മായി അവളെ കൊണ്ട് ചെയ്യിക്കും. പകൽ മുഴുവൻ അമ്മായിയുടെ പീഡനവും രാത്രി ഭർത്താവിൻ്റെ ക്രൂരതയുമായി ദിവസങ്ങൾ നീങ്ങി. ദേവനും വീട്ടിലെ മറ്റാണുങ്ങളും ഒരു കൂട്ടുകാരനും കൂടി മദ്യപിച്ചിരുന്ന ഒരു ദിവസം ദേവൻ രാധികയോട് വെള്ളം എടുത്തു കൊടുക്കാൻ പറഞ്ഞു. അറച്ചറച്ച് വെള്ളവുമായി ചെന്ന് അതവിടെ വെച്ചിട്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ അവളെ തടഞ്ഞുകൊണ്ട് ദേവൻ പറഞ്ഞു, നീ എവിടെ പോകുകയാ? ഗ്ലാസ്സിലേക്ക് വെള്ളം പകർന്നു കൊടുക്കാൻ. വിറച്ച കൈകളുമായി വെള്ളം ഒഴിച്ചപ്പോൾ അത് താഴേക്ക് തുളുമ്പിപ്പോയി. ചാടി എഴുന്നേറ്റ ദേവൻ അവളെ കവിൾത്തടം നോക്കി ആഞ്ഞു പൊട്ടിച്ചു. പെട്ടെന്നുണ്ടായ ഷോക്കിൽ കൈകൾ കൊണ്ട് കവിൾ പൊത്തി പിടിച്ചവൾ നിറമിഴികളാൽ നിന്നു. ഊറിച്ചിരിക്കുന്ന അമ്മയെ നാത്തൂനെ കണ്ടവൾക്ക് കരച്ചിൽ നിയന്ത്രിക്കാൻ പറ്റിയില്ല. അടികൊണ്ട വേദനയേക്കാൾ അപമാനഭാരത്താൽ അവൾ നിന്നു. കൂട്ടുകാരൻ്റെ കണ്ണുകൾ കൊണ്ടുള്ള അവളുടെ ശരീരത്തെ ഉഴച്ചിലും അർത്ഥം വച്ചുള്ള ചിരിയും വീണ്ടും അവളെ അപമാനിതയാക്കി. കിടക്കയിലേക്ക് പോയ അവൾ ഏറെ നേരം കരഞ്ഞു. പോയാലോ എന്ന് ചിന്തിച്ചു. നേരം വെളുക്കുവോളം കരഞ്ഞും ചിന്തിച്ചും അവളിരുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് അവിടെ നിറങ്ങി. വീട്ടിൽ ചെന്ന് കയറിയതും വേവലാതിയുടെ അച്ഛനും അമ്മയും ഓടി വന്നു. എന്താ മോളെ ഒറ്റയ്ക്ക്? ദേവനെവിടെ എന്ന ചോദ്യത്തിൽ ഒറ്റ ശ്വാസത്തിൽ അമ്മയെ കെട്ടിപ്പിടിച്ച് എല്ലാം പറഞ്ഞപ്പോൾ സുഖമില്ലാത്ത ഹാർട്ടിന് അസുഖമുള്ള അച്ഛൻ ഒന്ന് ആഞ്ഞു ചുമച്ചു. തിരിഞ്ഞ് തനിക്ക് താഴെയുള്ള 2 പെൺകുട്ടികളെ കൂടി നോക്കി. നിസ്സഹായനായ അച്ഛൻ്റെ മുഖം. അമ്മയ്ക്കും അച്ഛനും ഒന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ, തിരികെ പോകണം. ഇനിയുള്ള കുട്ടികളുടെ ഭാവി നോക്കണം. രാധികയുടെ ബാക്കി സ്ത്രീധനം ഒപ്പിക്കണം. അങ്ങനെ ബാധ്യതകളുടെ ഭാണ്ഡക്കെട്ട് അച്ഛൻ അഴിച്ചു വെച്ചു. അമ്മ ആശ്വസിപ്പിച്ചു, അവൻ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ എല്ലാം ശരിയാകും. മോള് വേണം സ്നേഹം കൊണ്ടവനെ മാറ്റിയെടുക്കാൻ. പ്രീ ഡിഗ്രി മാത്രം പഠിത്തമുള്ള അവൾ മുന്നോട്ടൊരു മാർഗവുമില്ലാതെ സ്വന്തം വീട്ടിലും വിരുന്നുകാരിയെ പോലെ നിന്നു. അച്ഛനും അമ്മയും കൂടി അവളെ തിരികെ ഭർത്താവിൻ്റെ വീട്ടിൽ കൊണ്ടാകാൻ പോയി. ചെന്ന് കയറിയ പാടെ വരാന്തയിൽ അവളെ തടഞ്ഞു നിർത്തി ദേവൻ പറഞ്ഞു, നിനക്ക് തോന്നുമ്പോൾ ഇറങ്ങിപ്പോകാനും കയറി വരാനും ഈ വീട്ടിൽ പറ്റില്ല. എന്നെയും എൻ്റെ വീട്ടുകാരെയും അനുസരിച്ച് നിൽക്കാമെങ്കിൽ നിനക്കിവിടെ തുടരാം. ഒന്നും പറയാതെ തലയെ കുനിച്ച് നിന്നെ അവളെ അയാൾ തല പിടിച്ചുയർത്തി ആഞ്ഞു തല്ലി. പൊന്നിച്ച പറക്കുന്ന വേദനയിൽ കണ്ണീർ പാടകെട്ടിയ കണ്ണാൽ അവൾ കരഞ്ഞു. വിജയെപ്പോലെ ചിരിക്കുന്ന അമ്മായിയെയും നാത്തൂനെയും, നിറമിഴികളാൽ ഗതികെട്ട് നിൽക്കുന്ന അച്ഛനും അമ്മയും. തലചുറ്റി വീണ അവൾ ബോധം വീണപ്പോൾ അറിഞ്ഞു, 1.5 മാസം കൊണ്ട് ആ വീട്ടിലെ ദുരന്തങ്ങളുടെ ബാക്കിയായി ഒരു കുരുന്ന ജീവൻ അവളുടെ വയറ്റിൽ വളരുന്നു. പിന്നെ അങ്ങോട്ട് എല്ലാം അനുസരിക്കുന്നവളായി രാധിക മാറി. ദേവനും മറ്റാളുകളും ഗൾഫിൽ മടങ്ങിപ്പോയി. കുട്ടികൾ ഇതുവരെ ഉണ്ടാക്കാത്ത നാത്തൂൻ അസൂയ കൊണ്ട് അവളുടെ കുഞ്ഞില്ലാണ്ടാവാൻ പറ്റുന്നതൊക്കെ ചെയ്തു. മാനസികമായി തളർത്തി. ഭാരമുള്ള ജോലികൾ ചെയ്യിച്ചു. അമ്മായിയമ്മ വരുന്നവരോടും പോകുന്നവരോടും എല്ലാം പറഞ്ഞു, ബാക്കി സ്വർണം പോലും തന്നില്ല, അതിനു മുന്നേ വയറ്റിലുണ്ടാക്കിയേക്കുന്നു. അതെങ്ങനാ? അവൻ പോകുന്നത് വരെ അവനെ കൊണ്ട് കഥ കടച്ചിരിപ്പല്ലായിരുന്നോ? അമ്മായിയമ്മയും കൂടെയുള്ളവരും പൊട്ടിച്ചിരിച്ചു. ഒന്നും പറയാൻ കഴിയാതെ തറ തുടയ്ക്കുന്ന അവളിലെ കണ്ണീർ തുള്ളി തറയിലേക്ക് വീണു. അതിനിടയിൽ അച്ഛൻ അസുഖം വന്ന് അച്ഛൻ മരിച്ചു. ഇനി ബാക്കി സ്ത്രീധനം കിട്ടാൻ വഴിയില്ലാതെ അമ്മയും വിദേശത്തു നിന്ന് ഭർത്താവും മാനസികമായി പീഡിപ്പിച്ചു. ശമ്പളമില്ലാത്ത വേലക്കാരിയായി എല്ലാ ജോലികളും അവൾ ചെയ്തു. ഗർഭാവസ്ഥയിലുള്ള കൊതികളൊന്നും അവൾ ആരോടും പറഞ്ഞില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. നേരാവണ്ണം ഭക്ഷണം പോലും അമ്മായിയമ്മ അവൾക്ക് കൊടുക്കാൻ തയ്യാറായില്ല. ദുരന്തങ്ങൾക്കിടയിലും അവൾ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. അമ്മയായ നിർവൃതിയിലും അവൾ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു, നീയും ഒരു പെൺകുഞ്ഞായല്ലോ. അമ്മയുടെ ഗതി തന്നെ നിനക്കും വരുമോ മോളെ എന്നാണ്. പ്രസവം കഴിഞ്ഞ് 3 മാസം അവളുടെ വീട്ടിൽ പോയി നിന്നെങ്കിലും അച്ഛൻ്റെ മരണം അമ്മയെ തളർത്തിയിരുന്നതിനാലും സാമ്പത്തിക പരാധീനതകൾ ഉള്ളതിനാലും അവിടെയും അവൾക്ക് മനസ്സമാധാനം ഒന്നും കിട്ടിയില്ല. നൂലുകെട്ടിന് ആ പാവപ്പെട്ട വീട്ടിലേക്ക് അമ്മായിയമ്മയും നാത്തൂനും വരാൻ തന്നെ മടിച്ചു. ദേവൻ ഔദാര്യം പോലെ വല്ലപ്പോഴും അയച്ചു കൊടുക്കുന്ന കാശിൽ അവൾ തൻ്റെയും കുഞ്ഞിൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റി. അവളുടെ സ്വർണത്തിൽ നിന്ന് കുറച്ചെടുത്ത് അഴിച്ചുമാറ്റി കുഞ്ഞിന് അരഞ്ഞാണം മാലയൊക്കെ വാങ്ങി അവൾ തന്നെ കെട്ടി. 3-ാം മാസം അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ ആരും വരാത്തതിനാൽ അമ്മ തന്നെ തിരിച്ചു അവളെ കൊണ്ടാക്കി. കയറിയ പാടെ അമ്മായിയമ്മ വീട്ടിൽ നിന്ന് ഫ്രിഡ്ജോ അലമാരയോ ഒന്നുമില്ലാതാണോ പേര് കഴിഞ്ഞ് വരുന്നതെന്ന് പരിഹസിച്ചു. ഒന്നും മിണ്ടാനാവാതെ അകത്തേക്ക് പോലും കയറാൻ ക്ഷണിക്കാത്തതിനാൽ അവളുടെ അമ്മ നിറമിഴികളോടെ തിരിഞ്ഞു നടന്നു. പിന്നെ ക്രൂരതകൾ കൂടിക്കൂടി വന്നതേയുള്ളൂ. കുഞ്ഞുപാലിനായി കരഞ്ഞാൽ പോലും അമ്മായിയമ്മ ജോലി തീർത്തിട്ട് കുഞ്ഞിനെ എടുത്താൽ മതിയെന്ന് പറയും. കുഞ്ഞിൻ്റെ കരച്ചിൽ അരോചകമാണെന്ന് പറഞ്ഞ് നാത്തൂൻ വഴക്കുണ്ടാക്കും. ഓരോ ദിവസങ്ങൾ കണ്ണീരിൻ്റെതായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ
കുഞ്ഞി കാലിളക്കി ചിരിക്കുകയും കുഞ്ഞി കണ്ണുകൾ അടച്ച് കാണിക്കുകയും ചെയ്യുന്ന തൻ്റെ മകൾ അനാമിക രാധികയ്ക്ക് ആശ്വാസമായി. ദിവസങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നു. അതിനിടയിൽ ഇടയ്ക്കൊക്കെ ദേവൻ വരികയും പോവുകയും ചെയ്തു. കുഞ്ഞിനോട് അയാൾക്ക് പ്രത്യേകിച്ച് വെറുപ്പൊന്നുമില്ലായിരുന്നെങ്കിലും അമിതമായ വാത്സല്യം കാട്ടിയില്ല. അനിയൻ്റെ വിവാഹം കഴിഞ്ഞ് നല്ല കുടുംബത്തിൽ നിന്ന് ഒത്തിരി സ്ത്രീധനവും കാറും ഒക്കെ ആയിട്ടാണ് അനിയൻ്റെ ഭാര്യ വന്നു കയറിയത്. അമ്മായിയമ്മയ്ക്കും നാത്തൂനും അനിയൻ്റെ ഭാര്യയോട് വല്ലാത്ത സ്നേഹമായിരുന്നു. പിന്നെ രാധികയുടെ ജോലി ഇരട്ടിച്ചു. അനിയൻ്റെ ഭാര്യയുടെ കാര്യങ്ങൾ കൂടി നോക്കേണ്ട ഗതികേടിലായി അവൾ. അതിനിടയ്ക്ക് ഭർത്താവ് ജോലിയെ മതിയാക്കി നാട്ടിൽ വന്നു. ബിസിനസ് ചെയ്യാനെന്ന് പറഞ്ഞ് അവളുടെ സ്വർണം വിറ്റു. ഒന്നും അവൾ എതിർക്കാൻ പോയില്ല. എല്ലാം കേട്ട് നിശബ്ദയായി സഹിക്കാൻ അവൾ പഠിച്ചു കഴിഞ്ഞിരുന്നു. ദേവൻ പാവമായിരുന്നാലും അമ്മായിയമ്മയും നാത്തൂനും ഓരോ ഏഷണികൾ പറഞ്ഞ് ദേവനെ കൊണ്ട് അവളെ തല്ലിക്കുമായിരുന്നു. അനാമിക വളർന്നു വരുംതോറും അച്ഛൻ്റെ ക്രൂരതകൾക്കെതിരെ ശബ്ദമുയർത്തി. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവൾ അമ്മയെ തല്ലുന്നതിന് തടസ്സം നിന്നു. അതുകൊണ്ട് ദേഷ്യം വന്ന ദേവൻ അവളെ തല്ലാനായി വടിയെടുത്തപ്പോഴും കയ്യും കെട്ടി ഒരു കൂസലുമില്ലാതെ നിന്നതേയുള്ളൂ. അയാളിൽ കുറച്ചുകൂടി ദേഷ്യത്തിന് അത് കാരണമായി. ദേവൻ കുഞ്ഞിനെ തലങ്ങും വിലങ്ങും തല്ലിയെങ്കിലും കരയുക പോലും ചെയ്യാതെ കല്ലിച്ച മുഖവുമായി കയ്യും കെട്ടി കുഞ്ഞ് നിന്നതേയുള്ളൂ. രാധിക കരഞ്ഞപ്പോഴും അവളെ ആശ്വസിപ്പിക്കുകയാണ് അനാമിക ചെയ്തത്. ഓരോ ദിവസം കഴിയുന്തോറും അനാമിക തലതെറിച്ചവൾ എന്ന പേര് കേൾപ്പിച്ചുകൊണ്ട് വളർന്നു വന്നു. അച്ഛമ്മയും ചിറ്റയും അപ്പച്ചയും എല്ലാം ആണായി ചിരിക്കേണ്ടതായിരുന്നു ഇവൾ എന്ന് പറഞ്ഞ് അനാമികയെ എപ്പോഴും കളിയാക്കിക്കൊണ്ടിരുന്നു. എല്ലാത്തിനും ഉത്തരം പറയുന്ന അനാമിക ഒന്നും കേട്ടു നിൽക്കത്തില്ല. എല്ലാവർക്കും തിരിച്ച് ചുട്ട മറുപടി കൊടുക്കുകയും തർക്കുത്തരം പറയുകയും ചെയ്തു. അതിനെല്ലാം അച്ഛനിൽ നിന്ന് ശിക്ഷയും വാങ്ങിക്കിട്ടും. എങ്കിലും അവൾ നിർത്തിയില്ല. അമ്മയെ എല്ലാ കാര്യത്തിലും സംരക്ഷിച്ചുകൊണ്ട് അവൾ അമ്മയുടെ നിഴലായി കൂടെ നിന്നു. സ്കൂളിലും അവൾ തൻ്റെടിയായ ഒരു പെൺകുട്ടിയായിരുന്നു. എന്തിനും ഏതിനും വഴക്കുണ്ടാക്കുകയും ടീച്ചർമാരുടെ വായിലിരിക്കുന്നത് മൊത്തം കേൾക്കുകയും ചെയ്യുന്ന ഒരു കുട്ടി. എന്നും അവളുടെ പരാതികൾ പറഞ്ഞുവിടാനേ ടീച്ചർമാർക്ക് നേരമുണ്ടായിരുന്നുള്ളൂ. അവസാനം ദേവൻ തന്നെ മടുത്തു. തല്ലിയിട്ടും കാര്യമില്ല എന്ന് മനസ്സിലാക്കി. ദേവൻ അവളെ ഉപേക്ഷിച്ച മട്ടായിരുന്നു. അവളോടുള്ള ദേഷ്യം കൂടി രാധികയോട് തീർക്കാൻ അയാൾ മറന്നില്ല. എങ്കിലും അനാമിക പഠിക്കാൻ മിടുക്കിയായിരുന്നു. ആൺപെൺ ഭേദമില്ലാതെ അനാമികയ്ക്ക് കൂട്ടുകാർ ഒത്തിരി ഉണ്ടായിരുന്നു. കറങ്ങി നടക്കുന്ന അവളുടെ പോക്ക് ശരിയല്ലെന്ന് അച്ചമ്മ പറഞ്ഞു. പെൺകുട്ടികളായാൽ അടക്കവും ഒതുക്കവും വേണമെന്ന് അച്ചമ്മ പറഞ്ഞപ്പോൾ അടക്കവും ഒതുക്കവുമുള്ളവളായി അമ്മ വളർന്നിട്ട് അമ്മയ്ക്ക് കിട്ടിയത് എന്താണെന്ന് അവൾ തിരിച്ചു മറുപടി കൊടുത്തു. ഇങ്ങനെ പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ കറങ്ങി നടക്കുന്ന നിന്നെ പഠിപ്പിക്കാൻ എൻ്റെ കയ്യിൽ കാശില്ലെന്ന് അച്ഛൻ പറഞ്ഞു. അനാമിക പിന്നൊന്നും നോക്കിയില്ല. ക്ലാസ് കഴിഞ്ഞ് വന്ന് ഫുഡ് ഡെലിവറി ഗേളായി പോയി തുടങ്ങി. ആ പൈസ കൊണ്ട് അവൾ സ്വന്തമായി പഠിച്ചു. അവളെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാവുന്നതുകൊണ്ട് പിന്നെ ആരും അവളെ ചോദ്യം ചെയ്യാൻ പോയില്ല. അനാമിക ജോബിനായുള്ള ടെസ്റ്റുകൾ എഴുതുകയും ഇൻ്റർവ്യൂവിന് പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. നാത്തൂൻ്റെ ഭർത്താവ് നാട്ടിൽ വന്നു. മക്കൾ ഒന്നുമില്ലാത്ത നാത്തൂൻ ആ വിഷമം കൊണ്ട് ഇപ്പോൾ കുറച്ച് ഒതുങ്ങി തുടങ്ങിയിരുന്നു. നാത്തൂനും ഭർത്താവും അയാളുടെ സ്ഥലത്തേക്ക് താമസം മാറ്റി. അനിയന് 2 ആൺകുട്ടികളുണ്ട്. ആ സമയത്താണ് ദേവൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ മോഷണം പോയെന്ന് പറഞ്ഞ് ദേവൻ അവിടെ പുകിലുണ്ടാക്കിയതും രാധികയാണ് അതെടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞ് അമ്മായിയമ്മ ദേവന് ഏഷണി കയറ്റി കൊടുത്തതും. അത് ദേവൻ രാധികയോട് ചോദ്യം ചെയ്ത് അവളെ തല്ലി ചതച്ചുകൊണ്ട് നിന്ന സമയത്താണ് അനാമികയ്ക്ക് സെക്രട്ടേറിയറ്റിൽ ജോബ് കിട്ടിയെന്ന സന്തോഷം അറിയിക്കാനായിട്ട് അവൾ അമ്മയുടെ അടുത്തേക്ക് ഓടി വന്നത്. അനാമിക തൽക്കാലത്തേക്ക് അമ്മയെ കൊണ്ട് ഒരു കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോയി. ഒരു ദിവസം അവിടെ കഴിഞ്ഞിട്ട് ഒരു ചെറിയ വാടക വീട് ഏർപ്പെടുത്തി. അമ്മയും അവളും അങ്ങോട്ട് താമസം മാറി. അവൾ ജോബിന് പോയി തുടങ്ങി. എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് വേണ്ടി അവൾ ഒരു മുടക്കവും കൂടാതെ ചെയ്തു. രാധിക മനസമാധാനത്തോടെ ഉണ്ണുകയും ഉറങ്ങുകയും ചെയ്തു. എന്നിട്ടും അടങ്ങിയിരിക്കാൻ തയ്യാറാവാത്ത അനാമിക അമ്മയെക്കൊണ്ട് അയാൾക്കെതിരെ ഡിവോഴ്സ് നോട്ടീസ് അയപ്പിച്ചു. ബന്ധം വേർപ്പെടുത്തുന്നതിൽ ഒരു വിഷമം ഉണ്ടായിരുന്നെങ്കിലും അനാമികയുടെ ഇടപെടൽ രാധികയ്ക്ക് ഡിവോഴ്സിന് സമ്മതിക്കേണ്ടി വന്നു. ഇത്രയും നാൾ അമ്മ അനുഭവിച്ച പീഡനങ്ങൾക്ക് നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞ് അച്ഛനും അച്ഛമ്മയ്ക്കുമെതിരെ അവൾ അമ്മയെക്കൊണ്ട് കേസ് ഫയൽ ചെയ്യിച്ചു. കൂടാതെ അമ്മയുടെ സ്വർണം വിട്ടുകിട്ടണമെന്നും കേസിൽ പറഞ്ഞു. തനിക്കെതിരെ ഇത്രയും ഇവർ ചെയ്യുമെന്ന് ദേവനോ അമ്മയോ ആരും വിചാരിച്ചിരുന്നില്ല. അവർ പറയുന്ന തുക കൊടുത്തില്ലെങ്കിൽ അമ്മയും അയാൾ ചിലപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വരും. ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നതാ നല്ലതെന്ന് ദേവന്റെ വക്കീൽ തന്നെ അയാളെ ഭയപ്പെടുത്തി. രാധിക അനാമികയോട് ചോദിച്ചു, ഇത്രയും അനുഭവിച്ചു കഴിഞ്ഞില്ലേ, ഇനി കുറച്ച് പൈസ കിട്ടിയിട്ട് എന്തിനാണെന്ന്? അത് അമ്മയുടെ അവകാശമാണ്. ഇത്രയും വർഷം സ്വയം മറന്ന് ജീവിച്ചില്ലേ, അതിനുള്ള പ്രതിഫലം. അവസാനം
തോറ്റു പിൻവാങ്ങിയ അയാൾ അനാമികയുടെ വീട്ടിൽ അമ്മയെ കൂട്ടി വന്നു. അവരുടെ കയ്യിൽ അനാമിക ചോദിക്കുന്ന പൈസ കൊടുക്കാൻ ഇല്ലായിരുന്നു. അവര് നാണക്കെടുത്തിക്കരുതെന്ന് പറഞ്ഞ് മാപ്പ് അപേക്ഷിച്ചു. എല്ലാ തെറ്റുകളും പുറത്ത് കൂടെ വരണമെന്ന് രാധികയോടും അയാൾ പറഞ്ഞു. ആദ്യമായി രാധിക ശബ്ദമുയർത്തി. എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഇത്രയും കാലം ഞാൻ എല്ലാം സഹിച്ചതും കഷ്ടപ്പെട്ടതും. ഗതിയില്ലാത്ത എന്നെ നിങ്ങൾ ചവിട്ടി തേച്ചു. ഇനിയും നിങ്ങളുടെ ആട്ടും തുപ്പും കൊള്ളാൻ ഞാൻ വരുമെന്ന് കരുതണ്ട. അത് കഴിഞ്ഞ് അച്ഛമ്മയോട് പറഞ്ഞു, നിങ്ങളും ഒരു സ്ത്രീയല്ലേ? ഒരു സ്ത്രീയല്ലേ ഏറ്റവും കൂടുതൽ മറ്റൊരു സ്ത്രീയെ മനസ്സിലാക്കേണ്ടത്? അച്ഛമ്മ തലകുനിച്ചിരുന്ന് കേട്ടതേയുള്ളൂ. എനിക്കിനി മുന്നോട്ടുള്ള യാത്രയിൽ എൻ്റെ മകളുണ്ട്, അത് മാത്രം മതി. സ്വസ്ഥമായി ഞാനൊന്ന് ജീവിച്ചോട്ടെ പറഞ്ഞുകൊണ്ട് രാധിക അകത്തേക്ക് കയറിപ്പോയി. അനാമിക പുച്ഛത്താൽ അച്ഛനോട് ചോദിച്ചു, അപ്പോൾ എങ്ങനാ, ഇറങ്ങുമല്ലേ? അതോ ഇനി ബാക്കി എൻ്റെ വായിൽ നിന്ന് കൂടി കേൾക്കണോ? അവൾ അകത്തു കയറി വാതിൽ കൊട്ടിയടച്ചു. അടഞ്ഞ വാതിലിന് മുന്നിൽ അച്ഛമ്മയും ദേവനും കുറേ നേരം ഇരുന്നതിന് ശേഷം പതിയെ ഇറങ്ങി നടന്നു. ജനാലയിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന അമ്മയുടെ പുറകിൽ ചെന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് അനാമിക പറഞ്ഞു, ഇപ്പോഴാണ് അമ്മ എൻ്റെ അമ്മയായത്. സ്ത്രീയായാലും പുരുഷനായാലും പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം, സംസാരിക്കേണ്ടത് സംസാരിക്കുക തന്നെ ചെയ്യണം. അല്ലെങ്കിൽ എല്ലാവരും ചവിട്ടി തേച്ചുകൊണ്ടിരിക്കും. നമുക്ക് വേണ്ടി നമ്മളെ ശബ്ദമുയർത്താനുള്ളൂ എന്ന് വന്നാൽ നമ്മൾ തന്നെ സംസാരിക്കണം. എൻ്റെ മോളെ ദൈവം എനിക്ക് തന്നല്ലോ, എൻ്റെ മുത്താണ്. വാത്സല്യത്തോടെ അനാമികയുടെ നെറ്റിയിൽ രാധിക മൃദുവായി മുത്തി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.